ഒരു പാക്കറ്റ് വിരിസൂടെ ഇട് ഭാസ്കര. എന്താടാ പേര് കഴിഞ്ഞ പെണ്ണുങ്ങളെമാര് മേലനങ്ങാനൊരു മടിക്കൂ? ആ എത്രയായി? 9 റുപ്യ ചോദിച്ചാ. ചില്ലറ ഇല്ല. ചില്ലറ കാണത്തില്ല. നീ വല്ലതും പറഞ്ഞോ? ആ ഗുഡ് മോർണിംഗ് സർ. ഏമാൻ എവിടുന്നാണാവോ? എന്നെ സാറിന് എനിക്ക് എസ് ഐ ഒന്ന് കാണണം. നീ ആരാടാ? ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലേ? സ്റ്റേഷന് മുമ്പിൽ കൊണ്ടുവന്ന് അവന്റെ ഒരു ചവിട്ട് എടുത്തു മാറാൻ വേണ്ടി. ആരെ കൊന്നിട്ടാണാ വന്നത്? സാർ എന്നെയാണ് കൊല്ലാൻ വന്നത്. ആരാണെന്ന് അറിഞ്ഞൂടാ. ആരോ കാറ് കയറ്റി കൊല്ലാൻ വന്നു. കേരളത്ത് സാർ ഞാൻ സത്യമാണ് പറയുന്നത്. സത്യമൊക്കെ അകത്ത് ഏമാനോട് പറഞ്ഞാൽ മതി. കേരള ഇവിടെ വേടാ. ഏതാടാ ഇവൻ? നമുക്ക് എവിടുന്നാ കിട്ടിയത്? എന്റെ കൂട്ടുകാരനാ സാറേ. ഞങ്ങള് ട്രഷറി വന്നാ. എന്താ ട്രഷറിയില് മോട്ടിക്കാൻ വന്നാണോ? പിന്നെ ചെക്ക് മാറാൻ. അപ്പോ കൈ കാശോട്ടല്ലേ? ആരൊക്കെയാണെന്ന് കണ്ടാ തിരിച്ചറിയാൻ കഴിയും? കൂളിംഗ് ഗ്ലാസ് ഇട്ട കാറുകളായിരുന്നു. നമ്പറോ? വെപ്രാളത്തിനിടയിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല സാർ. പിന്നെ എങ്ങനെ കണ്ടുപിടിക്കാനാണ്? ഏതായാലും ഒരു കംപ്ലൈന്റ് എഴുതി തരും, ഒന്ന് അന്വേഷിക്കാം. എന്തെങ്കിലുമൊക്കെ കാണാതിരിക്കും. പോക്കറ്റില് അത് കയറി പോടൂ. ഇല്ല, പോക്കറ്റിലൊന്നുമില്ല. ഇല്ല നിക്കേ, ഒരു സീറ്റ് വെച്ചിട്ടു. വേണ്ട, മേടിക്കില്ല. ചായ വേണ്ട. നീ എന്തോ അവിടെ സുവാസത്തിന് പോയാന്നോ? ഈ കാശും വെച്ചോണ്ട് ഞാൻ ഇവിടെ കനലിൽ ചവിട്ടിയിലാണ് നിൽക്കുന്നത്. അതിനാ നാറി വിടണ്ടേ? എന്റെ 213 രൂപ അയാൾ എടുത്തു. വാ, ബാങ്കിലേക്ക് പോവാ. എന്തോതിനാ? നമുക്ക് വേണ്ടി ബാങ്ക് അവിടെ തുറന്നു വെച്ചിരിക്കുക. ആ സമയം എത്രയാ നോക്ക്. അത്രേ? നമുക്ക് വീട്ടിലോട്ട് പോവാം. അത് ബുദ്ധിയല്ല. പെട്ടി കാശാണെന്ന് ആരോ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ വീടിനൊക്കെ എന്താ ഒരു അടച്ചുറപ്പ്. അത് ശരിയാ. നമുക്ക് ഹോട്ടലിൽ റൂം എടുത്താലോ? എന്നിട്ട് നാളെ ബാങ്കിൽ 2 അക്കൗണ്ട് തുടങ്ങി ഇത് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പോവാം അല്ലേ? അതാ നല്ലത്. നിന്നെ ഹോട്ടലിലാക്കിയിട്ട് ഞാൻ വീട്ടിൽ പോയി വിവരം പറയട്ടെ. അല്ലെ വീട്ടിലുള്ളൊരു വിഷമിക്കും. അതെ. ഉച്ച കഴിഞ്ഞ് വീട്ടിൽ പോയില്ല, ഓഫീസിലുണ്ട്. ചതിച്ചതാണ് ബാബ, കൊടും ചതി. ശത്രു മിത്രമൊന്നും അല്ല, ഒരപ്പാളി. ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. പോവാ. ഡിപ്പാർട്ട്മെന്റില് നമുക്ക് ആളുകളുണ്ട്. ശിവശങ്കരൻ, പി ശിവശങ്കരൻ. ഇല്ല, അയാൾ മാത്രമേ ഉള്ളൂ. ചെക്ക് കൊടുത്തിരിക്കുന്നതും അയാളുടെ പേരിൽ മാത്രമാണ്. 1 മിനിറ്റ്. ഫ്രാൻസി, ബോംബെന്ന് ബാബയാണ്. എന്തായെന്ന് അന്വേഷിക്കുന്നു. ബാബ ഫ്രാൻസിയാണ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിന്നും രക്ഷപ്പെട്ടു. അതെ, പക്ഷെ ടൗൺ വിട്ട് പോയിട്ടില്ല. ഓരോ മുക്കും മൂലയും അരിച്ചു പറക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്. ഇത് ഞങ്ങൾക്കൊരു ബ്ലാക്ക് മാർക്ക് ആകരുത് പ്ലീസ് ബാബ. താങ്ക് യു ബാബ, താങ്ക് യു. എല്ലാവരും നമ്മളെ തന്നെയാണ് വഴി പറയുന്നത്. ശരിയല്ലേ? നമ്മുടെ കഴിവുകേടാണ്. കൊച്ചിന്ന് സേഡ്ജി വിളിച്ചിരുന്നു. അവരൊക്കെ വറീഡാണ്. ഇവനെ പോലെ പലരും ഈ വഴി തുടർന്നാൽ എങ്ങനെ ബിസിനസ് നടത്തും? ഇവൻ എല്ലാവർക്കും ഒരു പാഠമാകും. തലയെടുത്ത് ബോംബെക്ക് പാഴ്സൽ ചെയ്യാനാ ബാബ പറഞ്ഞിരിക്കുന്നത്. എന്റെ കുട്ടിക്ക് ഒരാപത്തും വരുത്തല്ലേ ഈശ്വര. അമ്മയെ ഇത്രയും വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ഹോട്ടലിൽ മുറി എടുത്തു കൊടുത്തിട്ടാ അങ്ങോട്ട് പോന്നെ. വിവരക്കേട് കാണിക്കേണ്ട ഒരാവശ്യമില്ല. ബാങ്കിൽ ഒരു ചെറിയ അക്കൗണ്ട് തുടങ്ങിയിട്ട് ചെക്ക് ബാങ്കിൽ കൊടുത്താൽ മതി. വിവരമില്ല, വിവരമുള്ളവർ ചോദിക്കണം. അങ്ങനെയാ അർദ്ധരാത്രി കൊട പിടിക്കുന്നതല്ലേ സ്വഭാവം. പറ്റിപ്പോയി, ഇനിയിപ്പോ പറയേണ്ട കാര്യം. ഇനിയെങ്കിലും നേർവഴി പറഞ്ഞു കൊടുക്ക്. വിവരക്കേട് കാണിക്കാതിരിക്കട്ടെ. ബാല, നീയും കൂടെ അബുന്റെ കൂടെ ഒന്ന് പോ. ഞാനും കൂടെ പോയാലോ രമേ? നാളെ ബാങ്ക് തുറക്കണ നേരത്തെ എത്തിയാ പോരെ? ഈ രാത്രി ഉറക്കടച്ച് തണുത്ത കാറ്റും കൊണ്ട് യാത്രയും ചെയ്ത് വല്ല അസുഖം വന്ന് കിടപ്പിലായാലേ ഞാനേ നോക്കാനുള്ളൂ. ഡോക്ടർ പറഞ്ഞൊന്നും മറന്നിട്ടില്ലല്ലോ. ശരിയാ. ബാലേട്ട് എന്തിനാ ബുദ്ധിമുട്ടുന്നേ? ഞാൻ പോകണ്ടല്ലോ. ഞാൻ പോട്ടെ. മോനെ, അവന്റെ അടുത്ത് തന്നെ ഉണ്ടാവണം കേട്ടോ. അതെന്നോട് പറയണം.
ഹലോ, ഹലോ. ഐ ആം സേവർ ജേക്കബ്. ഈ ഹോട്ടൽ നടത്തുന്നത് ഞാനാണ്. ആ, അസൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഇവിടുത്തെ സർവീസ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാം. ഞാൻ 2-3 തവണയായിട്ട് ബെല്ലടിക്കുന്നു, ആരും വരുന്നില്ല. ഐ എം സോറി. ഞാൻ ഉടനെ പറഞ്ഞു. സീ യു. You see, the female soul in a traditional India is taken as a reproductive role. This needs to be changed into a productive role of females in India, which is absolutely essential without being dramatic and programmed समाज में महिलाओं के स्तर और परिवार कल्याण जैसे विषयों पर लोगों का रवैया बदलने के लिए पाठ्यक्रमों में उचित परिवर्तन നിങ്ങൾക്ക് എന്താ വേണ്ട? പോകൂ. തെങ്ങണിയേ, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. മൂന്നിടത്തും കഴകം മനസ്സിൽ വാര്യത്തിനാ. കൃഷ്ണന്, അയ്യപ്പന്, ശിവന്, മൂന്നിടത്ത് സദ്യ തന്നെ. അവിയല്, ഓലൻ, കാളൻ, എരിശ്ശേരി, പച്ചടി എന്ന് വേണ്ട 8 കൂട്ടം കറികളും. നേദ്യത്തിനാച്ചാലും അരിയിൽ കല്ലുണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. ഊണെന്ന് പറഞ്ഞാ ഊണന്നെയാ. മൂക്കറ്റ ഉണ്ണും. പായസങ്ങള് വേറെ. കൃഷ്ണന്റെ അമ്പലത്തിലെ പാൽപായസം, എന്താ അതിന്റെ ഒരു വാസന! ഒരു പറ കഴിക്കാം, എന്നാലും മതി വരില്ല. അതിന് കഴിക്കാൻ എവിടെയാ ഇടം?
മൂക്കറ്റം ചോറല്ലേ? ഞാൻ എന്താ ചെയ്യാന്നറിയോ? കവാത്ത് നടത്തും. എന്നിട്ട് കേക്കട്ടെ. തനിക്ക് കേൾക്കാൻ മാത്രമൊന്നുമില്ല. അതെന്താ കീഴ്ജാതിക്കാർ കേൾക്കാൻ പാടില്ലേ എന്ന് ഞാൻ പറഞ്ഞില്ലാലോ. അങ്ങനെ ഉണ്ടായിരുന്ന ഈ വാര്യത്തെ പടിപ്പരയുടെ ഉള്ളില് കാല് കുത്തുവോ താൻ? ഇല്ല, പറയണില്ല, ഒന്നും പറയണില്ല. അതാ നല്ലത്. ലക്ഷ്മിയടുത്ത് ഞാൻ പോണു. പോലെ നിക്കേ, ചോദിക്കട്ടെ. നീ ഏതാ? ഞാൻ മേലത്തെ രാമനായര മോനാ. നിനക്കെന്താ ഇവിടെ കാര്യം? അച്ഛൻ വിളിച്ചിട്ട് പറയടാ, നിനക്കെന്താ ഇവിടെ കാര്യം? ഞാൻ വെറുതെ എന്നാലേ മേലാൽ വെറുതെ അങ്ങനെ ഇവിടെ കയറി വിലസണ്ട. അതിന് ഞാനുണ്ട്. മനസ്സിലായോടാ? അപ്പോ വിടാ. നിങ്ങൾ എന്ത് മര്യാദകടാ കുട്ടിയോട് കാട്ടിയേ? എന്നെ ചോദ്യം ചെയ്യാൻ വന്ന ഇടിച്ച നടലൂരും. നീ ഉണ്ടാക്കിയ ഭാര്യ അനിയത്തിക്കും ഭർത്താവിനെ ഉണ്ടാക്കാൻ അവിടെ കണ്ണിക്കണ്ട് ചെറുക്കന്മാരെ വിളിച്ച് നിന്നെ കെട്ടിരുന്നേ. എന്റെ ഭഗവാനെ, നിങ്ങൾക്ക് എന്ത് ഇങ്ങനെ കാണാൻ പറ്റൂ? എന്റെ അനുഭവം അല്ലേ എനിക്ക് പറയാൻ പറ്റൂ. എടി, താമസിക്കാനൊരു മുറി ചോദിച്ചു വന്ന എനിക്ക് സ്വന്തം മുറിയുടെ വാതിൽ തുറന്നു തന്നല്ലേ നീ? അയ്യ, വർഗങ്ങള്. ഇത് കണ്ടോ എടുത്തി? എവിടുന്നാണെന്ന് അറിയോ തുളസി? ദേവ്യമ്മയുടെ വീട്ടിൽ നിന്ന് ഞാൻ മോട്ടിച്ചതാ. ഒരേ ദിവസം അവര് കയ്യോടെ പിടിക്കും നിന്റെ കളവ്. തങ്ക അമ്പലത്തിലേക്ക് നടന്നോളൂ കേട്ടോ, ഞാൻ ചിലപ്പോ വരലുണ്ടാവില്ല. അയാള് വന്നൂല്ലേ? ഇന്നും എങ്ങനെ കുടിച്ചിട്ട് വന്നേക്കണേ? അല്ല, ഇന്ന് തന്നെ പോവാ അയാള്? അറിയില്ല. 2 മാല ഞാൻ കെട്ടിവെച്ചിട്ടുണ്ട്. തങ്കം വന്നപ്പോ മുതൽ ഞാൻ തങ്കത്തിനെ അന്വേഷിക്കുക. തങ്കത്തിന് ഏട്ടനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് വേണ്ട. അതെന്താ? എനിക്ക് അതിനുള്ള അവകാശമില്ലേ? എന്താ ഇത്? പറയാനുള്ളത് പറഞ്ഞാ മതിയല്ലോ, മേല് തുറന്നോ? ഞാൻ തൊട്ടാ നീ എന്താ മുരുകി പോവോ? ഉരുകി പോവും. എന്നാലൊന്നും അറിയണമല്ലോ. എന്തായി കാട്ടുന്നേ? ഞാൻ എടുത്തോട് പറയൂ കേട്ടോ. ഓടരുത്. എന്താ ഈ കുട്ടി കാണിക്കുന്നേ? തങ്കം, 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 പോയേ. തങ്കം, എന്നെ അങ്ങനെ മണ്ടനാക്കാവൊന്നും വിചാരിക്കണ്ട. ഇന്നല്ലെങ്കിൽ നാളെ നീ എന്റെ വന്ന് പെടും. തങ്കക്കുട്ടി, ശല്യങ്ങള്. തങ്കക്കുട്ടിയേ,
എന്താ എന്താ ഒച്ച കേട്ടത്? എവിടെങ്കിലും പോയി ഇരിക്കെ. ഒച്ച കേട്ടു എന്താച്ചാ? തങ്കക്കുട്ടി. അത് ഞാൻ അറിയുന്നേ. തങ്കക്കട്ടിയും സ്വർണ്ണക്കട്ടിയും. തങ്കം, ഈ കുട്ടി എവിടെ പോയി? ഒച്ച കേട്ടൂല്ലോ ഞാന്. ശബ്ദിക്കരുത്, കൊന്നുകളയും ഞാൻ. ശബ്ദിക്കരുത്, കൊന്നുകളയും ഞാൻ. എന്താ ഒരു ശബ്ദം? ആ പെണ്ണ അതിന്റെ മുകളിലോട്ട് കണ്ട് കയറി പോയിട്ടുണ്ട്. തങ്കം, എന്നെ സഹായിക്കണം. ഞാൻ കള്ളനോ കൊലപാതകമൊന്നുമല്ല. അമ്മേ, അമ്മേ, തങ്കം, തങ്കം. ഈ കുട്ടി ഇവിടെ എന്തെടുക്കുക? എന്താ നിനക്കിവിടെ പണി? വല്ല പാമ്പോ മരപ്പട്ടിയോ കാണും. ഇതെന്താ മേലൊക്കെ പൊടിയെടുക്കും? അത് ഞാനൊന്ന് കാല് തട്ടി വീണു. എന്നിട്ട് വല്ലതും പറ്റിയോ നിനക്ക്? ഒന്നും പറ്റിയില്ല. അച്ഛാ, പരിചയമില്ലാത്ത ഒരാളെ നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുക? എന്താ ചോദിക്കാൻ? ഒന്നുമില്ല, വെറുതെ തോന്നി. ഈ മനസ്സിലാക്കുക എന്ന് പറയണത് ഒരു സിദ്ധിയാ. ചിലർക്ക് ആളുകളെ മനസ്സിലാക്കാൻ ഒന്ന് നോക്കിയാ മതി. ചിലർക്ക് ഒരു ജന്മം ഒന്നിച്ചു കഴിഞ്ഞാലും മനസ്സിലാവില്ല. നിന്റെ ഇടത്തേക്ക് പറ്റിയതാ. 1 കൊല്ലം കൂടെ കഴിഞ്ഞിട്ടും അയാളെ അവക്ക് പിടികിട്ടിയില്ല. കർമ്മഫലം എന്ന് സമാധാനിക്കാം. വെള്ളം. നെയ്തിച്ചോറാണ്. ദാ കഴിച്ചോളൂ. എന്താ കരയണേ? നിങ്ങൾ ആരാണ്?
ഞാനാണ്, പേടിക്കണ്ട കേട്ടോ. ഇവിടെ ആരുമില്ല, വേണമെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വന്നോളൂ. വന്നോളൂന്നേ, ഞാൻ നുണ പറഞ്ഞതല്ല. എല്ലാവരും പോയിരിക്ക. ഏടത്തിയുടെ ഭർത്താവ് രാവിലെ ഡ്യൂട്ടിക്ക് പോയി. ഇനി 2 ദിവസം കഴിഞ്ഞേ വരൂ. അച്ഛനും ഏടത്തിയും അമ്പലത്തില് ഒരടിയന്തരമുണ്ട്. ഞാനൊരു സൂത്രം പറഞ്ഞിങ്ങോട്ട് പോന്നു. പല്ലുവേദന. പല്ലുവേദന ഉണ്ടോ കുട്ടിക്ക്? ഹേയ്, എന്റെ പല്ലിനൊന്നും ഒരു കേടുമില്ല. ഞാൻ കള്ളം പറഞ്ഞാലും അച്ഛൻ വിശ്വസിക്കും. പാവം, എന്നെ അത്ര ഇഷ്ടാ. മുറിഞ്ഞിടത്ത് നല്ല വേദന ഉണ്ടല്ലേ? എങ്ങനെയാ മുറിഞ്ഞത്? വെടി കൊണ്ടതാ. ഈശ്വര, വെടി കൊള്ളേ? നെഞ്ചി കൊള്ളുകയായിരുന്നു ഇതിലും ഭേദം. ഇത് വേദന കൈ അനങ്ങിയ സഹിക്കാൻ പറ്റണില്ല. ഞാനൊന്ന് നോക്കട്ടെ. ഇതിനുള്ളിൽ ഇരിക്കണല്ലോ, തൊട്ടാൽ അറിയാം. എല്ലില് കൊണ്ടിട്ടില്ലാന്ന് തോന്നുന്നു. എങ്ങനെ അറിയാം? എല്ല് പൊട്ടിയാൽ ഇങ്ങനെയാ. നീര് വന്നിപ്പോ കൈ ഇത്രയുണ്ടായിനെ. ഓടിക്കളിച്ച് വീണ് എന്റെ ഈ കൈയുടെ എല്ലൊന്ന് ചിന്നിയതാ ചെറുപ്പത്തില്. എന്റെ അമ്മേ, എന്തായിരുന്നു വേദനയും നീരും. ഇത് എല്ലില് കൊണ്ടിട്ടില്ല, ദശയിലാണ്. കുട്ടിക്ക് ഇതൊന്ന് എടുത്തുതരാം. ഞാനോ? അയ്യോ, എനിക്ക് പേടിയാ. ആശുപത്രി പോയി ചെയ്താ മതി. ഞാൻ പുറത്തിറങ്ങിയാൽ പിന്നെ അതിന്റെ ആവശ്യം ഉണ്ടാവില്ല. എന്നെ കിട്ടിയവർ കൊല്ലും. ആര്? എന്നെ തേടി നടക്കുന്ന ചിലരുണ്ട്. അവർ രാത്രി ആരും കാണാതെ എവിടേക്കെങ്കിലും ഓടിപ്പോയിക്കൂടെ? രക്ഷപ്പെടണം. അതിനു മുമ്പ് ഈ വെടിയുണ്ട എടുത്ത് കളയാൻ പറ്റിയിരുന്നെങ്കിൽ. ഇതെന്നെ വേദനിപ്പിച്ച് കൊല്ലുന്നു. ഞാൻ എങ്ങനെ സഹായിക്കാം? നന്നായിട്ട് ഞെക്കി നോക്കട്ടെ, മുള്ളെടുക്കണ മാതിരി. മൂർച്ചയുള്ള കത്തിയോ ബ്ലേഡോ എന്തെങ്കിലും ഉണ്ടോ? ആ, അച്ഛൻ മുഖം മിനുക്കണ കത്തിയുണ്ട്. അസല് മൂർച്ചയാ. അതൊന്ന് കൊണ്ടുവരാം. കുറച്ച് തുണിയും. എന്നിട്ട് കൊണ്ടുവരൂ. കുട്ടി, ഒന്നുമില്ല. പറഞ്ഞോളൂ. കുറച്ച് മദ്യം കിട്ടിയിരുന്നെങ്കിൽ മനസ്സിനൊരു ധൈര്യത്തിന്. അല്ലെങ്കിൽ വേണ്ട, കത്തി കൊണ്ടുവന്നാ മതി. എന്റെ അമ്മ അന്നേ പറഞ്ഞതാണ്, ശിവൻകുട്ടി, ഇത് അപകടമാവുമെന്ന്. കേട്ടില്ല. എങ്ങനെ കാശുണ്ടാക്കണം എന്ന് മാത്രമായിരുന്നു മനസ്സിൽ. കടങ്ങൾ വീട്ടണം, പ്രേമയെ കെട്ടിച്ചയക്കണം, നല്ല വീട് വയ്ക്കണം, എന്റെ അമ്മ സുഖമായിരിക്കുന്ന കാണണം. അങ്ങനെ 1000 മോഹങ്ങൾ. അബുവിനും അതെ. എല്ലാം തകർന്നു പോയി. പണമുണ്ടെങ്കിൽ എല്ലാം നേടിയെന്ന് വിശ്വസിച്ചു. ഇപ്പോ പണമുണ്ട്, 20 ലക്ഷം രൂപ. ഏതോ ഒരു ഭാര്യത്തെ വെളിച്ചമില്ലാത്ത തട്ടുംപുറത്ത് പൊടിയും മാറാലയും പിടിച്ചു കിടക്കുന്നു. 20 ലക്ഷം രൂപയുള്ള ഭാഗ്യവാൻ, ലക്ഷപ്രഭു. 3 ദിവസം ഒരു തുള്ളി വെള്ളത്തിന് ദാഹിച്ച്, ഒരു പിടി ചോറിന് കൊതിച്ച്. ഇപ്പൊ എല്ലാം മനസ്സിലാകുന്നു. ജീവിതം ഇതൊന്നുമല്ല. അത് കാശും പണവുമല്ല, വലിയ വീടല്ല. പാവാബു മരിച്ചോ ജീവിച്ചോ ആർക്കറിയാം. എന്നെ അവര് കണ്ടെത്തും, ഇന്നല്ലെങ്കിൽ നാളെ. മതി കുടിച്ചത്.
പേടിയാവണുണ്ടോ കുട്ടിക്ക്? ഇത് കുടിക്കണവരെ എനിക്ക് പേടിയാ. ഏടത്തിയുടെ ഭർത്താവ് അയാൾ എന്നും കുടിക്കും. പിന്നെ എന്തൊക്കെ വൃത്തിയേടാ പറയാന്നറിയോ? അസത്ത്. അയാൾ കുപ്പി അന്വേഷിക്കുമ്പോ ഇനിയിപ്പോ എന്താ പറയേണ്ടി ഈശ്വര? എന്നെ പേടിയുണ്ടോ? സത്യം പറഞ്ഞ ഇപ്പൊ കുറച്ചു പേടിയുണ്ട്. പേടിക്കണ്ട. അറിഞ്ഞുകൊണ്ട് ശിവശങ്കരൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത് കുട്ടിയുടെ കാരുണ്യം കൊണ്ടാ. മറക്കില്ല, മരണം വരെ മറക്കില്ല. ഇയാളുടെ കഥ മുഴുവൻ പറഞ്ഞു. എന്റെ പേരോട് ചോദിച്ചില്ല. സ്നേഹലത എന്ന ശരിക്കും പേര്. തങ്കം എന്ന് വിളിക്കും. അച്ഛൻ തങ്കക്കുട്ടിന്ന്. തങ്കം. തങ്ക തന്നെയാണ് കുട്ടിയുടെ മനസ്സും. കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. എന്നിട്ട് ആരോടും പറയാതെ എന്തിനാ ഇത്രയും ദയ എന്നോട് കാണിക്കുന്നത്? അച്ഛനോട് പറയണം തന്നെ വിചാരിച്ചേ. പിന്നെ എന്തോ തളർന്നു കിടക്കണം നിങ്ങളുടെ മുഖവും അമ്മയെ വിളിച്ചുള്ള കരച്ചിലും പാവം തോന്നുകയും ചെയ്തു. എന്തെയാണെന്ന് ഒരു നിശ്ചയില്ലായിരുന്നു. ഭഗവാനെ ധ്യാനിച്ച് തുളസിയിലിട്ട് നോക്കി. 3 പ്രാവശ്യം കമിഴ്ന്ന് തന്നെ വീണേ. ഭഗവാന്റെ ഇഷ്ടം നിങ്ങളെ സഹായിക്കണം എന്നായിരുന്നു. തങ്കം, ഈ കത്തി ഒന്ന് കൃത്യമായിട്ട് വെച്ചുതരാം. വെടിയുണ്ടായിരിക്കുന്നതിന്റെ മുകളിൽ. ഷർട്ട് വേണേ കയറിക്കുള്ളൂ. അമ്മേ, ഇത് പിടിച്ചോണ്ട് കിടന്നോളൂ. അനങ്ങരുത്.